പറവൂരിൽ മാത്രം പണം നഷ്ടമായിട്ടുള്ളത് 2200 പേർക്കാണ്. അവിടെ ജനസേവാ സമിതി ട്രസ്റ്റ് ഭാരവാഹികളെ വിശ്വസിച്ച് പണം നൽകിയതാണ് ഈ കൂട്ടത്തിൽ അധികം പേരും. നഷ്ടമായ പണം തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പെരുവഴിയിൽ വന്നു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ അത്തരത്തിലൊരാളാണ് കൈക്കുഞ്ഞുമായി പ്രതിഷേധത്തിനെത്തിയ ചെറായി സ്വദേശിനി ശ്രവണ. തയ്യൽ പഠിക്കുന്നതിനാണ് ജനസേവാ സമിതി ട്രസ്റ്റ് സെക്രട്ടറിയായ CG മേരിയെ ചെറായി സ്വദേശിനി ശ്രവണ പരിചയപ്പെടുന്നത്. അവിടെ നിന്നുമാണ് പാതിവിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമെന്ന കാര്യം അറിയുന്നതും. 2 വീലർ വാങ്ങണമെന്ന ആഗ്രഹം ഭർത്താവിനെ അറിയിച്ചു. ഇതിനു പിന്നിൽ തട്ടിപ്പുണ്ടാകുമെന്ന് ഭർത്താവ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ കൂട്ടുകാരിക്ക് 2 വീലർ ലഭിച്ചതോടെ വിശ്വസിച്ചു. മാല പണയം വെച്ച് 62,000 രൂപ ജനസേവാ സമിതി ട്രസ്റ്റിന് കൈമാറി. പിന്നീടാണ് തട്ടിപ്പിനിരയായെന്ന് മനസ്സിലാകുന്നത്. 6 മാസം പ്രായമുള്ള കുഞ്ഞും രോഗബാധിതയായ അമ്മയും. പണം എന്ന് തിരിച്ചു കെട്ടുമെന്നറിയാതെ നിസ്സഹായരായിരിക്കുകയാണ് ഇരുവരും. 62,000 രൂപ കഴിഞ്ഞ ഏപ്രിൽ 8-ാം തീയതി കൊടുത്തിട്ട് ഇവർ ഓരോ ഡേറ്റ് പറയും. ഡേറ്റ് പറഞ്ഞ് കാണാതെ വെച്ചു. അപ്പം പക്ഷേ ഇത് 3 കഴിഞ്ഞപ്പോൾ കൊച്ചിന് 6 മാസം കഴിഞ്ഞിട്ടും ഈ പൈസയുടെ കാര്യമില്ലല്ലോ. വിളിക്കുമ്പോൾ ഇവർ പറയും തരാതെ ഇപ്പം അടുത്ത മാസം ടോക്കൺ തരാം, അതാണ് ഇതാണ് ഇനി നിങ്ങളുടെയൊക്കെയെന്ന് പറയും. പിന്നെ കുറേ ദിവസം അങ്ങനെ വിളിച്ച് ഞാൻ ആഴ്ചയിൽ വിളിപ്പിക്കുന്നു. വിളിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ മരുമോൾ പറഞ്ഞ പേപ്പറിൽ ഇങ്ങനെ കണ്ടല്ലോ, നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, ഇതാണ് അതൊരു ഇടയിൽ ഇത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ പേപ്പറിൽ വരാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഡെയിൽ വിളിച്ചിട്ട് പിന്നെ ഇവർ എടുക്കാതെ അതുവരെക്കൊക്കെ എടുക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു, എടുത്ത് വർത്താനമൊക്കെ പറയുമായിരുന്നു. പൈസ നമ്മയുള്ള കെട്ടുതാലിയും വേണമെന്ന് വെച്ചാണെങ്കിൽ പൈസ കൊടുത്തത് നമുക്ക്. അതിനിടയ്ക്ക് ആസ്പത്രി കേസുകളൊക്കെ വന്ന് കാശിന് ഭയങ്കര ടൈറ്റായി എന്ന് വെച്ചാൽ 2500 രൂപയുടെ സ്കൂൾ ബാഗ് 1000 രൂപയ്ക്ക് ജനസേവാ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. പറവൂരിൽ മാത്രം 2200 പേരാണ് പണം നൽകിയത്. 535 പരാതികൾ ലഭിച്ചു. ഈ മാസം 14 മുൻപ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി പരാതിക്കാരുടെ അഭിഭാഷകൻ. മുഴുവൻ പരാതിക്കാരെയും ഒരുമിച്ച് കൂട്ടാന്നുള്ള നമ്മുടെ പ്രധാന ഉദ്ദേശം. 2200 പേരാണ് പറവൂര് നിയോജകമണ്ഡലത്തിൽ മൊത്തം ഈ ആവശ്യത്തിന് വേണ്ടി പകുതി വിലയ്ക്ക് വാഹനം കിട്ടുന്നുള്ള ആവശ്യത്തിലേക്ക് പരാതി കൊടുത്തിരിക്കുന്നത്. അതിലിപ്പോൾ സ്റ്റേഷനിൽ ഏകദേശം 675 പരാതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരു 1500ഓളം പരാതികൾ സ്റ്റേഷനിലേക്ക് വരാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും ഇപ്പം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്ന ഒരു നിർദ്ദേശം അനുസരിച്ച് ഫെബ്രുവരി 14-ാം തീയതിക്ക് മുമ്പ് അനന്തകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ആ കമ്മിറ്റിയും ആ ജനസേവാ ട്രസ്റ്റും എല്ലാം ഉൾപ്പെടെയുള്ളവർ അതിനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി തരാമെന്നാണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അന്ന് നടന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ട്രസ്റ്റ് ഇവിടെ ഒരു ഫോറം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫോറം രൂപീകരിച്ചുകൊണ്ട് നമ്മൾ നിയമപരമായിട്ട് സിവിൽ ലിറ്റിഗേഷനായിട്ടും അല്ലാണ്ട് അല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളായിട്ട് തന്നെ നമ്മൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത്. പറവൂരിൽ ഇനിയും പരാതികൾ ഉയരുമെന്നാണ് വിവരം. News 18 കൊച്ചി.